മസ്ജിദുൽ ഹറം ഇരുമഹറമിന്റെ കാര്യമേധാവിയാകുന്ന അബ്ദുറഹ്മാൻ സുദൈസി ബഹുമാനപ്പെട്ടവർ അദ്ദേഹം ഒരിക്കൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, കുട്ടികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, മാതാപിതാക്കളുടെ പ്രാർത്ഥന ശ്രദ്ധിക്കണേ. ശാപവാക്കായിട്ടായാലും അല്ലാതെ ആയാലും കുട്ടികളുടെ മേലുള്ള ദുആ അല്ലാഹു ഇജാബത്ത് തരും. അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്, ഒരു ഗ്രാമത്തിൽ വസിക്കുന്നതാകുന്ന ഒരു കുട്ടി, ആ കുട്ടി വലിയ വികൃതിയുള്ള കുട്ടിയാണ്, അറബി പയ്യനാണ്. മാതാപിതാക്കൾ എപ്പോഴും അവന്റെ വിഷയത്തിൽ വളരെ ആശങ്കപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന സമയമാണ്. നാട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഇടയിൽ വികൃതി കാണിക്കുന്നതാകുന്ന ആ കുട്ടി നല്ല ബുദ്ധിയുള്ളതാകുന്ന ചെറുപ്പക്കാരൻ, ഖുർആൻ പഠിച്ചിട്ടുള്ളതാകുന്ന പൊന്നുമോൻ. ഒരിക്കൽ വീട്ടിൽ അതിഥികൾ വന്നപ്പോ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ ആ ഭക്ഷണത്തിന്റെ പാത്രത്തിലേക്ക് മണ്ണ് വാരിയിട്ടു. അപ്പൊ ഉമ്മ ശപിച്ചുകൊണ്ടൊരു ദുആ, പക്ഷെ ആ ശാപം ഖൈറായ നിലയ്ക്കാണ് ദുആ കൊടുത്തത്. അള്ളാഹു നിന്നെ മക്കത്തെ ഇമാമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊരൊറ്റ ദുആ. എന്നിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ട് ഖുതുബക്കിടയിൽ വിങ്ങിപ്പൊട്ടിയിട്ട് പറയുന്നു, ആ പറയുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു സുദൈസ് എന്ന് പറയുന്ന ഈ വിനീതൻ എന്ന് അദ്ദേഹം പറയാണ്. ഉമ്മയുടെ പ്രാർത്ഥന ശാപമായിട്ട് ദ്വാരുന്നതാണ്, അള്ളാഹു നിന്നെ ഹറമിന്റെ ഇമാമാക്കട്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശാപത്തിന്റെ ദുആ. അവരുടെ ശൈലി അതാണ്. നമ്മളാണെങ്കിലോ അല്ലാഹ് ഹയവാന നരകത്തിന്റെ അടിത്തട്ട് കൊടുക്കട്ടെ എന്ന് പറയും. തീർന്നു, അതോടുകൂടി അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആ ഉമ്മയുടെ ദുആ അള്ളാഹു കബൂലാക്കി. സഹോദരങ്ങളെ,